ഒരു പുതിയ കമ്പനി തുടങ്ങാൻ ഞാൻ കേരളത്തിൽ തുടങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ ആഗ്രഹിച്ചതല്ല. ഓക്കെ, ഞാൻ പ്രവാസിയായിരുന്നു. വീണ്ടും പ്രവാസ ലോകത്തിലേക്ക് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും കോടികൾ എടുത്ത് നമുക്ക് കൊടുക്കാൻ ഒരു കയ്യിലുണ്ടാവില്ല. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിലാണ് നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ കമ്പനി ലിസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥാപനമാണ്, പക്ഷേ സംസുവിന്റെ പേരിലാണ് കിടക്കുന്നത്. നമ്മളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തത്, നമുക്ക് ജോലി തരണ്ടേ? ഇത് വളരെ വികാരപരമാണ്. അപ്പൊ പല ആൾക്കാരും എന്നോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ റിസൈൻ ചെയ്യില്ല. കാരണം ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയതാണ്. ഓക്കെ, പക്ഷെ അവർ ആരാ നിങ്ങളോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു നോക്കും. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പുതിയ സ്ഥാപനം തുടങ്ങാൻ ഏകദേശം 1 മാസം. ആ 1 മന്ത് നോട്ടീസ് കഴിഞ്ഞ് ഇവർ ഇറങ്ങുമ്പോഴത്തിന് ഞാൻ പുതിയ സ്ഥാപനം സെറ്റ് ചെയ്തു. പിന്നെ 2 മാസം കൊണ്ട് ഫുൾ ഐ ഹോസ്പിറ്റല് ടേൺ ഓവർ ബേസ് പറയുകയാണെങ്കിൽ പഴയ ആശുപത്രിന്റെ 2 ഇരട്ടി ടേൺ ഓവറിലേക്ക് നമ്മളിവിടെ എത്തി. ട്രാൻസ്പാരൻസി ഇല്ലാതെ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബ്ലാക്കും വൈറ്റും വെച്ച് ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യാനെ പറ്റി ചിന്തിക്കേ വേണ്ട. UK-ലും US-ലും ഗൾഫ് രാജ്യങ്ങളിലും ആളുകൾ പോയി അവർ ആ ഫണ്ട് അയക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വികസനമാണ് ഇവിടെ ഉള്ളത്. കേരളം ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും BJP ഭരിച്ചാലും ഈ ഉദ്യോഗസ്ഥന്മാർ മാറുന്നില്ല. എല്ലാ ഫിനാൻഷ്യൽ ഇയറും മിനിമം 1,000 കോടി രൂപയെങ്കിലും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഈ ബിസിനസ്സിലേക്ക് പോയി ആൾക്ക് കാശ് നഷ്ടപ്പെടുന്നുണ്ട്. ഐ ഹോസ്പിറ്റൽ, ഒപ്റ്റിക്കൽ റീറ്റെയിൽ, ഒപ്റ്റോമെട്രി വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വിജയമുദ്ര പതിപ്പിച്ച പ്രമുഖ പ്രവാസി വ്യവസായിയായ ഡോക്ടർ അഡ്വക്കേറ്റ് ഷംസുദ്ദീനാണ് ഇന്ന് ധനം ബിസിനസ് കഫേയിൽ നമുക്കൊപ്പമുള്ളത്. വലിയൊരു സംരംഭം പടുത്തുയർത്തി അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് വളർത്താനുള്ള ചുവടുവെപ്പുകൾക്കിടെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന്റെ അസാധാരണമായ കഥയാണ് ഇന്ന് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. നോർത്ത് കേരളയിൽ നിന്ന് ആദ്യമായി BSc ലിസ്റ്റ് ചെയ്തിട്ടുള്ള അബേ ടേസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ കൂടിയായ അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം, ധനം ബിസിനസ് കഫേയിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്കളുടെ തന്നെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിൽ അധികാര തർക്കവും മാറ്റി നിർത്തപ്പെടലും ഒക്കെ ഉണ്ടായി. ഈ അനിഷ്ടകരമായ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നേരിട്ടത്? എന്താണ് അതിന് പിന്നിലുണ്ടായ ഒരു കാരണം? താങ്കൾ തന്നെ അത് പറയുന്നതായിരിക്കുമല്ലോ കൂടുതലും നല്ലത്. ഞാൻ എല്ലാ കാര്യത്തിനെയും വളരെ പോസിറ്റീവായിട്ട് മാത്രം കാണുന്ന ഒരാളാണ്. ഞാൻ ആ മാറ്റി നിർത്തപ്പെടലിനെയും വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. കാരണം അത് ഏകദേശം 20 വർഷത്തോളം ഞാൻ ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച് അത് ഏറ്റവും നല്ലൊരു ഹൈറ്റിലെത്തുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അത് ഒരു പക്ഷേ ആരുടെങ്കിലും മിസ്റ്റേക്കാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അത് ഒരു പക്ഷേ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കാം. കാരണം ഇതിൽ നമ്മുടെ ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഇതിലെ എല്ലാ ആളുകളും പ്രവാസികളായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് പ്രവാസികൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നടത്തിയിരുന്ന ബിസിനസ്സുകളൊക്കെ പലതും പൂട്ടി അവരെല്ലാവരും നാട്ടിൽ വന്നു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഏകദേശം 2001 നാട്ടിൽ വന്ന് ഈ പ്രസ്ഥാനത്തൊക്കെ പടുത്തുയർത്തി ഇതിനൊരു നല്ല ബ്രാൻഡായി കൊണ്ടുവന്ന് ഒരുവിധം നല്ല ആളുകളുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡായി കൊണ്ടുവരികയും ആളുകൾക്ക് നല്ല സർവീസ് കൊടുത്ത് മലബാറിൽ പ്രത്യേകിച്ച് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറുകയും ചെയ്തതാണ്. ആ സമയത്താണ് ഈ തിരിച്ചുവരവ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചു വരുന്ന ആളുകൾക്കൊക്കെ ഈ പ്രസ്ഥാനത്തിനുള്ളിൽ ജോലി വേണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതേസമയം നമുക്ക് ആൾറെഡി ഒരു സെറ്റപ്പ് ഉള്ളതും അവിടെ എല്ലാ മേഖലയിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെ മാറ്റി നിർത്തി ഇവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതൊക്കെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ 20 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത പല ആളുകൾ, ഏകദേശം 300ഓളം ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് അതുണ്ടായിരുന്നത്. കാരണം അതിൽ മിക്ക ആൾക്കാരും ഇൻവെസ്റ്റ്മെന്റ് നേരിട്ട് എൻ്റെ കയ്യിലോ അല്ലെങ്കിൽ എൻ്റെ ബ്രദർ മുഹമ്മദ് കുട്ടിന്റെ കയ്യിലോ കൊടുത്ത ആളുകളാണ് ആദ്യ കമ്പനിയിൽ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും നമ്മളാണ് മുന്നിൽ കാണുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ചില സമയത്ത് പ്രയാസം വരുമ്പോൾ അതൊക്കെ മറന്നിട്ട് പറയും ഞങ്ങൾക്ക് ഞങ്ങളെ പൈസ തിരിച്ചു തരാൻ എന്തെങ്കിലും അത് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയിട്ട് തരുവും വേണം. ഓക്കെ എന്ന് പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടികൾ എടുത്ത് നമുക്ക് കൊടുക്കാൻ ഒരു കയ്യിലുണ്ടാവില്ല. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിലാണ് നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ കമ്പനി ലിസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്. അത് ഏകദേശം ഒരു നടക്കുന്ന ഒരു ഘട്ടത്തിലായപ്പോൾ പഴയ കമ്പനിയിലെ മിക്ക ആളുകൾക്കും ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ മെമ്പർ ആവണം. ഓക്കെ, പക്ഷെ എല്ലാവരും കൂടി നമുക്കതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ നിവൃത്തിയില്ല.
അപ്പോൾ ഇതിൽ അക്കമഡേഷൻ കിട്ടാത്ത ആളുകളാണ് ഒരു സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലൊക്കെ ഈ ഇൻവെസ്റ്റേഴ്സിനൊക്കെ പാടെ ഒരു മീറ്റിംഗ് ഉണ്ടാക്കി, ഗ്രൂപ്പ് ഉണ്ടാക്കി, ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണതിൽ പറഞ്ഞൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ആ കമ്പനീൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് 20 വർഷത്തെ MD ആണ്. ഓക്കെ, അപ്പോൾ അതിന് ലാൻഡ് ഉണ്ട്, 53 സെന്റ് സ്ഥലം, 8 നില ബിൽഡിങ് നിൽക്കുന്നത്. അപ്പോൾ ആ ബിൽഡിങ് സ്വാഭാവികമായിട്ടും ആ ബിൽഡിങ്ങും സ്ഥലവും അഡ്വക്കേറ്റ് ശംസുദ്ദീൻ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ എന്നാണ് എഴുതുക. പക്ഷേ ഈ പാവപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. അപ്പോൾ അവർ പറയും, നിങ്ങൾ നോക്ക്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥാപനമാണ്, പക്ഷേ സംസുവിന്റെ പേരിലാണ് കിടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ അവർക്കൊരു പ്രശ്നങ്ങളാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നമ്മളല്ലേ ഇൻവെസ്റ്റ് ചെയ്തത്, നമുക്ക് ജോലി തരണ്ടേ? ഇത് വളരെ വികാരപരമാണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഇത് എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നത്? 2001 ഞങ്ങള് ഇത് തുടങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഇതിന്റെ ആദ്യത്തെ പ്രൊമോട്ടർ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് പെരിന്തൽമണ്ണയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഒരു കണ്ണാശുപത്രി ഇല്ല. ആ കാലഘട്ടത്തിലൊക്കെ ചികിത്സക്കൊക്കെ കോയമ്പത്തൂരിലേക്കും ദൂര സ്ഥലത്തിലൊക്കെ പോയിരുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കി ആ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി സ്ഥലം വാങ്ങാനുള്ള അഡ്വാൻസ് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലും നമ്മുടെ റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മളിങ്ങനെ ഒരു ഐ ഹോസ്പിറ്റൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് 1 lakh തൊട്ട് 10 lakhs വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെ 300ഓളം ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ ആ സ്ഥാപനം ഐ ഹോസ്പിറ്റലിൽ തുടങ്ങിയത്. ആദ്യ കുറെ കാലങ്ങൾ നന്നായിട്ട് നടന്നുപോയി, പിന്നീടാണ് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അല്ല, ആദ്യ കാലത്തിൽ നന്നായി നടന്നിരുന്നു, അവസാന കാലത്ത് നന്നായി നടന്നിരുന്നു. ഓക്കെ, ഇത് അവസാനം പ്രശ്നം വരുന്നത് ഈ ഷെയർ ഹോൾഡർമാര് അല്ലെങ്കിൽ ഡയറക്ടർമാർ പല ആൾക്കാരും അവരുടെ ബിസിനസ്സൊക്കെ സൗദി അറേബ്യയിൽ പോലുള്ള സ്ഥലങ്ങളിൽ പൂട്ടി നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഇവിടെ 65-70 വയസ്സായ ആൾക്കാരാണ്. പക്ഷെ അവർക്ക് എന്തുവേണം, അവർ തിരിച്ചു വരുമ്പോൾ ഇവിടെ ജോലി വേണം, ഇവിടെ ഓഫീസ് വേണം, ഇവരെ അക്കോമഡേഷൻ വേണം എന്നുള്ളൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടുണ്ട്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഓരോ പ്രവാസിന്റെയും ചിന്താഗതി ആയിരിക്കും അത്. കാരണം ഒന്നാമത് വീട്ടിലിരുന്ന് എത്ര കാലം അവർ വെറുതെ ഇരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ലൊരു ബ്രാൻഡുള്ള സ്ഥാപനം അത് 10-20 വർഷം സംസ് നല്ല നിലക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളത് ഓരോരുത്തരും ആഗ്രഹിക്കുമല്ലോ, നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ അതെങ്ങനെയാണ് അത് സോൾവ് ചെയ്തത്? പിന്നെ ഇത് വളർന്ന് വന്ന് ഇത് മറ്റേ MDനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് തന്നു. അപ്പൊ പല ആൾക്കാരും എന്നോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ റിസൈൻ ചെയ്യില്ല. കാരണം ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയതാണ്. ഓക്കെ, പക്ഷെ അവർ ആരാ നിങ്ങളോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു നോക്കും. അപ്പൊ അവര് ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ കൊണ്ടുവന്നു. ഞാൻ ആ റെസൊല്യൂഷനിൽ വളരെ നീതിയുക്തമായി തന്നെ ഇലക്ഷൻ നടത്തിയിട്ട് എനിക്ക് 1 വർഷം കിട്ടിയില്ല. അപ്പൊ ഞാൻ അവിടുന്ന് പുറത്തു പോയി. ഓക്കെ, അതാണ് സംഭവിച്ചത്. ഞാനത് വളരെ നീതിപൂർവമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തിയത്. ഇതിൽ ഏകദേശം 10ഓളം ഡയറക്ടർമാരും ഏകദേശം 20ഓളം അഡ്വൈസറി ബോർഡ് മെമ്പർമാരുണ്ടായിരുന്നു. അത് ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മൾ ഇതിന്റെ ബോർഡ് മീറ്റിംഗ് കൂടും, അഡ്വൈസറി ബോർഡ് മീറ്റിംഗ് കൂടും, വരവും ചെലവും വിശദമായി പരിശോധിക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോ നമ്മളെ കൂടെ ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒരാളാണ് അവിടുത്തെ ചെയർമാൻ, ഒരാളാണ് വൈസ് ചെയർമാൻ. അവരാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അവർ വർത്തമാനം കേൾക്കുമ്പോൾ അവർ പറയാ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഡയറക്ടർ ബോർഡിൽ ഇരിക്കുക, ഓരോ സിറ്റിങ്ങിനും അവസാന കാലഘട്ടത്തിലൊക്കെ ഒരു സിറ്റിങ്ങിന് 6000 രൂപ വെച്ചിട്ട് എല്ലാ മെമ്പർമാരും സിറ്റിംഗ് ഫീസ് വാങ്ങിച്ചിരുന്നു. അപ്പൊ ഞാൻ പലപ്പോഴും എന്നോട് ഇങ്ങനെ എന്നെ കുറ്റം പറയുന്ന ആൾക്കാരോട് ആ കാലഘട്ടത്തിൽ ഇവരൊക്കെ എവിടെയായിരുന്നു? ഓക്കെ, ഇവര് ഓരോ 3 മാസം കൂടുമ്പോഴും ഇതിന്റെ ലാഭം നഷ്ടവും ബാലൻസ് ഷീറ്റും പെർഫോമൻസും ഒക്കെ ദിവസങ്ങളോളം മണിക്കൂറുകളോളം ഇരുന്ന് വിലയിരുത്താറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർ പറയും ഇന്റേണൽ ഓഡിറ്റ് നടത്തണം, പുറത്തുനിന്ന് ഓഡിറ്ററെ കൊണ്ട്. ഞാൻ അതൊക്കെ നിങ്ങൾ കൊടുന്ന് നടത്തിക്കും. അങ്ങനെ പലവട്ടം ഇന്റേണൽ ഓഡിറ്റർമാർ വെച്ച് ഇന്റേണൽ ഓഡിറ്റ് നടത്തിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് പറയും. പക്ഷെ എന്റെ പേരിൽ എന്ത് പറഞ്ഞ ആക്ഷേപം പറഞ്ഞാലും ഞാൻ അതിനൊന്നും കമന്റ് ചെയ്യാറില്ല. കാരണം എല്ലാം പടച്ചോനറിയാം എന്നുള്ള നിലപാടാണ് ഞാൻ സ്വീകരിക്കാറുള്ളത്. ഈ ഒരു അനുഭവങ്ങളെ താങ്കൾ എങ്ങനെയാണ് നേരിട്ടത്? പുതിയൊരു കമ്പനി ആ രംഗത്ത് തന്നെ തുടങ്ങി മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു ധൈര്യം എങ്ങനെയാ ഉണ്ടായേ? യഥാർത്ഥത്തില് ഒരു പുതിയ കമ്പനി തുടങ്ങാൻ ഞാൻ കേരളത്തിൽ തുടങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ ആഗ്രഹിച്ചതല്ല. ഓക്കെ, ഞാൻ പ്രവാസിയായിരുന്നു. വീണ്ടും പ്രവാസ ലോകത്തിലേക്ക് പോകാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഡോക്ടർമാരും സ്റ്റാഫും ഞങ്ങളൊക്കെ ഒരു കുടുംബമായിട്ടാണ് കഴിഞ്ഞ 20 വർഷം അവിടെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി വന്നപ്പോൾ ഡോക്ടർമാരും സ്റ്റാഫും ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇവർ എന്നെ കമ്പൽ ചെയ്തു. അതായത് ഒരു കാരണവശാലും നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകാൻ പാടില്ല,
നിങ്ങൾ ഇവിടെ ഒരു പുതിയ സ്ഥാപനം തുടങ്ങിയേ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇങ്ങനെ സാമ്പത്തികമില്ല, ഇത് പ്രോഫിറ്റിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ശമ്പളം തരണ്ട. സ്റ്റാഫിന്റെ ഇടയിലാണെങ്കിലും രോഗികളുടെ ഇടയിലാണെങ്കിലും ഞങ്ങൾ വല്ലാത്തൊരു ബോണ്ടിലാണ് ഞങ്ങൾ പോയിരുന്നത്. ഓക്കെ, ഡോക്ടർമാരാണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ അവര് ഡോക്ടർമാർ 100% ആൾക്കാർ 10-15 ഡോക്ടർമാർ ഒന്നിച്ച സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി. അതേപോലെ ഇത് 80-90% സ്റ്റാഫുകൾ കംപ്ലീറ്റ് നമ്മുടെ കൂടെ വന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ആ ഒരു ബോണ്ടാണ്. അവരുടെ ഒരു നിർബന്ധപൂർവമായ ഒരു സംഗതി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ ശരിക്കും തുറന്നു പറഞ്ഞാൽ ഞാൻ ബഹ്റൈനിൽ നമുക്ക് ആൾറെഡി ബിസിനസ് ഉണ്ടായിരുന്നു, അവിടെ പുതിയ ബിസിനസ് തുടങ്ങി പോകാന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷെ ഇവരുടെ ആ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനൊരു പുതിയ സ്ഥാപനം വീണ്ടും അവിടെ തുടങ്ങിയത്. ഇത് ഏത് വർഷത്തിലായിരുന്നു? പുതിയ സ്ഥാപനം തുടങ്ങാനായിട്ട് എത്ര കാലയളവ് എടുത്തു? അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പുതിയ സ്ഥാപനം തുടങ്ങാൻ ഏകദേശം 1 മാസം. അപ്പോഴേക്കും അടുത്ത ഇത് തുടങ്ങി. 1 മാസം കൊണ്ട് അടുത്ത സ്ഥാപനം. അതായത് ഇവരെല്ലാം 1 മന്ത് നോട്ടീസ് കൊടുത്തു മാനേജ്മെന്റിന്. ആ 1 മന്ത് നോട്ടീസ് കഴിഞ്ഞ് ഇവർ ഇറങ്ങുമ്പോഴത്തിന് ഞാൻ പുതിയ സ്ഥാപനം സെറ്റ് ചെയ്തു. അതിന്റെ ഒരു OP സെറ്റപ്പ് ചെയ്തു. പിന്നെ 2 മാസം കൊണ്ട് ഫുൾ ഐ ഹോസ്പിറ്റല് സെറ്റ് ചെയ്ത് ഒരു വലിയ രീതിയിലെ ഇനാഗുറേഷൻ നടത്തി. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഇതൊക്കെ എത്ര റീച്ച് എത്തി? നമ്മള് എവിടെ വരെ എത്തി നമ്മളുടെ ഒരു വളർച്ച? ഇപ്പൊ നമ്മൾ പഴയ ആശുപത്രിന്റെ ടേൺ ഓവർ ബേസ് പറയുകയാണെങ്കിൽ പഴയ ആശുപത്രിന്റെ 2 ഇരട്ടി ടേൺ ഓവറിലേക്ക് നമ്മളിവിടെ എത്തി. ഓക്കെ, കാരണം നമ്മൾ 20 വർഷമായിട്ട് ഉള്ള എക്സ്പീരിയൻസ് ആണ് പുതിയ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസ്, ഏറ്റവും എക്സ്പേർട്ട് ഡോക്ടർമാർ, ഏറ്റവും എക്സ്പേർട്ട് ഒപ്റ്റോമെട്രിസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ഏറ്റവും പുതിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ, അപ്പൊ അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ വിശാലമായ കാർ പാർക്കിംഗ്, 100ഓളം കാർ പാർക്കിംഗ്, എല്ലാം ലേറ്റസ്റ്റ് സാധനങ്ങളാണ് കൊണ്ടുവന്നത്. ഇപ്പൊ നമുക്ക് എവിടെയൊക്കെ ഉണ്ട്? നമുക്കിപ്പോ പെരിന്തൽമണ്ണയാണ് നമ്മുടെ ഹെഡ് ഓഫീസ്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, നമ്മൾ ചെന്നൈയിൽ കഴിഞ്ഞ വർഷം പുതിയ ബ്രാഞ്ച് തുടങ്ങി, ഇനി മഞ്ചേരിയിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരുപാട് പുതിയ ബ്രാഞ്ചുകൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ BSc ലിസ്റ്റിംഗ് കഴിഞ്ഞതോടുകൂടി ഇനി നമ്മൾ വലിയ രീതിയിലുള്ള എക്സ്പാൻഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നടക്കാതിരുന്ന ഒരു BSc ലിസ്റ്റിംഗ് ആയിരുന്നല്ലോ, ഇവിടെ വന്നപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാക്കിയത്? BSc ലിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലല്ലോ. അതിന്റെ ഒരു കടമ്പകളൊക്കെ എങ്ങനെയാണ് മറികടന്നത്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഞാനത് എപ്പോഴും എല്ലാവരോടും വളരെ ആത്മാഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്. 175 വർഷം, അതായത് 150 വർഷമായി BSc ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിട്ട്. അതായത് 150ാം വാർഷികമാണ് കഴിഞ്ഞ മാസം ഇവിടെ ആഘോഷിച്ചിരുന്നത്. ഞങ്ങൾ നോർത്ത് കേരളക്കാര് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഞങ്ങളാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ 150 വർഷമായിട്ട് 5000-ഓളം ലിസ്റ്റഡ് കമ്പനി BSc ഉണ്ടായിട്ട് പോലും നോർത്ത് കേരളയിൽ നിന്ന് ഒരു കമ്പനി പോലും വന്നിട്ടില്ലല്ലോ എന്നുള്ളത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഈ ലിസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് കടന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇത് വരാത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഓക്കെ, കാരണം ഇത് ഒന്നാമത്തെ കാര്യം, ഒരു ഏറ്റവും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉള്ള ഒരു കമ്പനിക്ക് മാത്രമേ ഒരു ലിസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഒന്ന്. രണ്ടാമത്, ഇവിടെ ലേറ്റസ്റ്റ് ടെക്നോളജി സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. അപ്പോൾ ഞങ്ങൾ ആണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ERP പറയുന്നത് SAP ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ ലേറ്റസ്റ്റ് സംഗതികളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡാണ് നമ്മൾ പേഷ്യൻസിന് നമ്മൾ പേപ്പറിൽ ഇങ്ങനെ എഴുതുന്ന എല്ലാം ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് ആണ് നമ്മളിവിടെ അബേറ്റിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു മാറ്റം എന്ന് നമുക്ക് പറയാവുന്നത്. ഈ ലിസ്റ്റിംഗ് എങ്ങനെയാണ് നടത്തിയത്? നമ്മുടെ കമ്പനി ഫസ്റ്റ് ടൈം ലിസ്റ്റിംഗ് അല്ലായിരുന്നല്ലോ, അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു, അത് പറയാമോ? ഇത് അതിനെപ്പറ്റി പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സജിത്ത് നാട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ അഡ്വൈസ് തന്നത്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ഇത് ഒരു നല്ല റിവേഴ്സ് മെർജർ എന്നുള്ളൊരു പ്രത്യേക മേഖലയിലൂടെയാണ് ഞങ്ങൾ ലിസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് ഇപ്പോൾ കടന്നത്. കാരണം ഞങ്ങളെ കമ്പനി 5 കോടി രൂപയുടെ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 300 കോടി രൂപന്റെ കമ്പനിയിലേക്ക് ഞങ്ങളെ കമ്പനി ഈ ഒരു 6 മാസം കൊണ്ടാണ് വളർന്നത്. ഓക്കെ, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും എന്നെ സഹായിച്ചത് സജിത് സാറാണ്. പിന്നീട് അഹമ്മദാബാദ് എന്നുള്ള ലേഡി അവർ കൺസൾട്ടൻ്റായി വന്നപ്പോഴാണ് ഏകദേശം ഈ പ്രോസസ്സിന്റെ ഒരു ശരിയായ വഴിയിൽ എത്തിയൽ. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു BSc ലിസ്റ്റിംഗ് പ്രോസസ്സ് നടന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത്
ഇവരെല്ലാവരും കൂടിയിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ മലബാർ മേഖലയിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചു കോഴിക്കോട് പബ്ലിക് എഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു കൺസൾട്ടൻസി തന്നെ അവർ ഇതിനെടുത്തു. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ ഒരു ആഗ്രഹം ഒരുപാട് ആളുകൾ വരട്ടെ. കാരണം പിന്നെ ഇപ്പോ ലിസ്റ്റിംഗിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നത് നമുക്കും വിരോധമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കുറെ ആളുകൾ വരുമ്പോഴാണ് കുറെ ഇൻവെസ്റ്റേഴ്സ് വരിക. ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ ഒരു കമ്പനിയിൽ നിന്നല്ല, അവർ പല കമ്പനിയിൽ നിന്നാണ് അവര് ഷെയർ വാങ്ങിക്കുന്നത്. നമുക്ക് നമ്മളെ കമ്പനിനെ കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് എന്തായാലും ഈ ആര് ഇൻവെസ്റ്റേഴ്സിനെ ബി എസ് സിയിലേക്ക് കൊണ്ടുവന്നാലും അത് നമുക്ക് ഗുണകരമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷെയർ ട്രേഡ് ചെയ്ത് തുടങ്ങിയോ? എങ്ങനെയാണ് അതിന്റെ ലിസ്റ്റിംഗ് പ്രോസസ് ഫുൾ ആയിട്ട് കഴിഞ്ഞോ? ലിസ്റ്റിംഗ് പ്രോസസ് കംപ്ലീറ്റ് ഫുൾ ആയിട്ട് കഴിഞ്ഞു. ഇപ്പോ നമ്മുടെ പ്രൊമോട്ടർമാരുടെ ഷെയറും ഇപ്പൊ ഈ പ്രൊഫഷണൽ അലോട്ട്മെന്റ് നടന്ന ആളുകളുടെ ഷെയറും ലോക്കിങ്ങിലാണ്. അത് December 31 വരെ ലോക്കിംഗ് ആണ്. അത് കഴിഞ്ഞാൽ ലോക്കിംഗ് പീരീഡും കഴിയും. പക്ഷെ പഴയുള്ള ഷെയറുകൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ആളുകൾ വാങ്ങുന്നുണ്ട്, കുറെ ആൾക്കാർ വിൽക്കുന്നുണ്ട്. ആ പ്രോസസ്സ് നടന്നത്. പക്ഷെ അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു സാധനം ഒരു ഡിസംബർ കഴിയുമ്പോഴത്തേനാണ് അതിന്റെ ഫുൾ ഇമ്പാക്ട് ഇതിൽ വരുള്ളൂ. പക്ഷെ ഒഫീഷ്യലി സ്റ്റാറ്റ്യൂട്ടറി പ്രകാരം കഴിയേണ്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുതുതായിട്ട് ഈ ലിസ്റ്റിംഗ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന കമ്പനികൾ ഉണ്ടാവുമല്ലോ കേരളത്തിൽ, അധികം പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്ന് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു. അവരുടെ എന്താ പറയാനുള്ളത്? ഇതെങ്ങനെ ചെയ്യണം? എന്താണ് അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ടത്? പ്രാഥമികമായിട്ട് അവർ മാനസികമായി ഇതിന് തയ്യാറാകുക എന്നുള്ളതാണ്. കാരണം ട്രാൻസ്പാരൻസി ഇല്ലാതെ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബ്ലാക്കും വൈറ്റും വെച്ച് ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യാനെ പറ്റി ചിന്തിക്കേ വേണ്ട. കാരണം ഇത് സെബിന്റെയും BSന്റെയും ഒക്കെ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിലായിരിക്കും നമ്മളെ കമ്പനി. ഇവിടെ എന്ത് ഫ്രോഡ് കാണിച്ചാലും അവരത് പിടിക്കും. അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കംപ്ലീറ്റ് നമ്മൾ മാറ്റി നിർത്തപ്പെടും. അപ്പോൾ ഇതിന് ഏറ്റവും ട്രാൻസ്പാരന്റ് ആയിട്ട് റൺ ചെയ്യാവുന്ന ഒരു നല്ല സോഫ്റ്റ്വെയർ, SAP പോലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവണം. അതേപോലെ തന്നെ ബിസിനസ് ഫുൾ വൈറ്റിലും നടത്തണം. എന്നാൽ മാത്രമേ ഈ ലിസ്റ്റിംഗ് പ്രോസസ്സിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും അതിനുവേണ്ട കൺസൾട്ടൻസി ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ആ റൂട്ട് ക്ലിയർ ആക്കിയത് കൊണ്ട് ഇനി പുതിയ വരുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ സൈസാറെ അല്ലെങ്കിൽ ഈ അഹമ്മദാബാദിലെ അവരുടെ ആ ഒരു ഗ്രൂപ്പിനെ തന്നെ ഏൽപ്പിച്ച അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസിയാണ്. ഓക്കെ, ഞാൻ വിഷമിച്ച അത്രേ അവർക്ക് വിഷമിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. PhD ഡോക്ടറായിട്ടോ അഡ്വക്കേറ്റോ ആയിട്ടുള്ളൊരു പശ്ചാത്തലം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഒരു നേതൃത്വ ശൈലിയിൽ രൂപപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഈ രണ്ട് എൻ്റെ നോളേജും എൻ്റെ ബിസിനസ്സിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വക്കീലായതുകൊണ്ട് തന്നെ ഒരു കമ്പനി തുടങ്ങിയെങ്കിൽ കമ്പനിയിലോ കോൺട്രാക്റ്റിലോ എഗ്രിമെൻറ്റ്, അതേപോലെ തന്നെ കൺസ്യൂമർ കോർട്ട്, അതല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വക്കീലായതുകൊണ്ട് ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്, ഇതെല്ലാം നമുക്ക് ഒരു വക്കീലിനെ സംബന്ധിച്ചോളം ഇതൊക്കെ ഒരു ബേസിക് നോളജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലിയും ഇപ്പോഴും ഇത് ആ വക്കീൽ എന്നുള്ള ആ ഒരു സംഗതി ബിസിനസ്സിനെ വല്ലാത്ത രീതിയിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മാനേജ്മെന്റിൽ എൻ്റെ തീസിസ് ഡോക്ടേഴ്സ് പെർഫോമൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ആശുപത്രി തുടങ്ങാനുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ നല്ല ഡോക്ടർമാരെ അല്ലെങ്കിൽ നല്ല സ്റ്റാഫിനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് ഈ ഡോക്ടർമാരും സ്റ്റാഫും ഒക്കെ നിങ്ങളെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത്. അതൊരു പരിധിവരെ എൻ്റെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ലോകത്തെ എല്ലാ ആൾക്കാരും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ് ഗൂഗിള്. കാരണം ഗൂഗിളിൽ അവരെ സ്റ്റാഫിനെ കെയർ ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങളുണ്ട്, പ്രത്യേകമായ ഫെസിലിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ പഠിച്ചപ്പോൾ ഇതേ ഫെസിലിറ്റീസൊക്കെ കഴിയാവുന്നതും നമ്മുടെ സ്റ്റാഫിനും നമ്മുടെ ഡോക്ടർമാർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യവും എനിക്ക് കിട്ടുന്നത് എൻ്റെ PhDയിലൂടെയും LLBയിലൂടെയാണ്. അബേറ്റിന് ഒരു ശക്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് ആക്കി മാറ്റാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ആദ്യം തന്നെ ഇപ്പം നേരത്തെ പഠിച്ച കുറെ പാഠങ്ങളും കൂടെ ഇതിൽ വന്നപ്പോഴേക്കും എന്താ പറയാ മുതൽക്കൂട്ടായി കാണണമല്ലോ, എന്തൊക്കെയാ ചെയ്തത്? ഇതില് പ്രധാനമായിട്ടും ഓരോ ബിസിനസ്സിനും അതിന്റെ മേഖലയിൽ എക്സ്പെർട്ടുകൾ വേണം. ഇപ്പോൾ മാർക്കറ്റിങ്ങിലാണെങ്കിൽ കറക്റ്റായിട്ട് ഒരു CMO, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ വേണം. ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി CFO വേണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി CHRM വേണം. IT മാനേജ് വേണ്ടി CTO വേണം. അതേപോലെ ഓപ്പറേഷൻ മാനേജ്മെന്റിന് വേണ്ടി കൃത്യമായ CEO വേണം. അപ്പോൾ നമ്മുടെ ഈ എല്ലാ മേഖലയിലും ഇതിനെ ലീഡർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശക്തമായ നേതൃത്വമുള്ള
ശക്തമായി കഴിഞ്ഞ 10, 15, 20 വർഷം എൻ്റെ കൂടെ നിന്ന് നമ്മുടെ കാരണം ഞാൻ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവരും പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു സ്ട്രോങ് ടീമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ബ്രാൻഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രൊമോട്ടർമാർ എന്ന് പറയുന്നത് ഒന്ന് ഞാനാണ്. രണ്ടാമത് ഇതിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചിൻ്റെയും തിമിരം മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർ സഫറുള്ളയാണ്. എല്ലാ ബ്രാഞ്ചിൻ്റെയും റെറ്റിന മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർ രാജേഷാണ്. പിന്നെ എല്ലാ മേഖലയിലും റിഫ്രാക്റ്റീവ് സർജറി, ലാസിക് സർജറിക്ക് മാനേജർ ഡോക്ടർ സ്വാദിഖാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ടീം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ടീമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു പക്ഷേ അവർ ഇതിൻ്റെ പ്രൊമോട്ടർമാരല്ലായിരുന്നെങ്കിൽ അവർക്ക് UK യിലും US ലും ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നതിനേക്കാളും 10 ഇരട്ടി ശമ്പളത്തിൽ അവർക്ക് ജോലി ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആശുപത്രി എന്ന് പറയുന്നത് 1 അരവിന്ദാണ്, 2 ശങ്കരനേത്രാലയാണ്, 3 എൽ ഇ പ്രസാദാണ്. ഇപ്പോൾ ഡോക്ടർ രാജേഷ് എൽ ഇ പ്രസാദിലെ ഒരു പ്രൊഡക്റ്റാണ്, ഡോക്ടർ സ്വാദിഖ് എന്ന് പറയുന്നത് ശങ്കരനേത്രാലെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അവിടുത്തെ ഒക്കെ ആ എക്സ്പീരിയൻസ് ആണ് അവർ ഇവിടെ കൊണ്ടുവന്ന് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ അതിനേക്കാളും അപ്പുറത്ത് ഞങ്ങൾ എടുക്കുന്ന ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ ഒരു എയിം. ഇപ്പോൾ 4 വർഷം ഒപ്റ്റോമെട്രി കോഴ്സ് കഴിഞ്ഞ ഒരു എക്സ്പേർട്ട്, അതിൽ തന്നെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമേ ഒരു രോഗിൻ്റെ കണ്ണടൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ അറിയുള്ളൂ. അതിനെ ബോക്സിംഗ് സിസ്റ്റം എന്നാണ് പറയാം. പക്ഷേ ഇപ്പോൾ അതൊരു ലേറ്റസ്റ്റ് ടെക്നോളജി വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് വിഷുഫിറ്റ് 1000 എന്നാണ്. അതൊരു ജർമ്മൻ ടെക്നോളജിയാണ്. ഒരു രോഗി ഞങ്ങളുടെ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണടൻ്റെ സൈസ് എത്രയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏത് ടൈപ്പ് കണ്ണടയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വിഷുഫിറ്റ് 1000 തന്നെ ഈ മെഷീൻ എടുക്കും. അതേപോലെ തന്നെ ഒരു രോഗി കണ്ണ് പരിശോധിക്കാൻ പോകുമ്പോൾ ആദ്യം ഓട്ടോ റിഫ്രാക്ടർ മീറ്റർ എന്നൊരു മെഷീനിലാണ് പരിശോധിക്കുക. അതിൽ നിന്ന് ഒരു വാല്യൂ, ആ ഒരു കണ്ണിൻ്റെ പവറിൻ്റെ ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂ പിന്നെ നമ്മൾ മാനുവൽ റിഫ്രാക്ഷനിലൂടെ വെരിഫൈ ചെയ്തിട്ട് ഈ 2 വാല്യൂസും വെച്ചിട്ടാണ് ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ണട പ്രിസ്ക്രൈബ് ചെയ്യണത്. പക്ഷെ ഈ 2 പ്രോസസ്സിലും ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ടും ഇത് എഴുതി ഒരു ഭാഗത്തുനിന്ന് പോയി മറ്റേ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് കന്നഡന്റെ ക്വാളിറ്റിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ കന്നഡ വെച്ചിട്ട് ശരിയാവുന്നില്ല, കന്നഡ വെച്ചിട്ട് എന്തോ ഒരു തടസ്സം പോലെ തോന്നുന്നുണ്ട്. അത് എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ 2 മെഷീനറികളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ എന്ത് ചെയ്യണത്, കന്നഡയ്ക്ക് പ്രിസ്ക്രൈബ് ചെയ്യണത്. അതിനേക്കാളും അപ്പുറത്ത് ഒരു കണ്ണാശുപത്രിയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സർജറിയാണ് തിമിര സർജറി, അത് കാറ്ററാക്ട് സർജറി എന്ന് പറയുന്നത്. ആൽക്കോൺ വിസൻ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ ടെക്നോളജി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ അവരുടെ കണ്ണിന്റെ പവർ നമ്മൾ എടുക്കും. ആ എടുത്ത പവർ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആ മെഷീനറികളിലേക്ക് പോകും. ആ മെഷീനറിയാണ് പലപ്പോഴും എന്ത് ചെയ്യണത്, ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യത കൂടും, ഹ്യൂമൻ എറർ കുറയും. പല സ്ഥാപനങ്ങളിലും തുടക്കത്തിൽ ഉണ്ടാകാത്ത ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ താങ്കളൊരു പ്രവാസിയായിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ കണ്ണാശുപത്രി അതുപോലെ തന്നെ ഒഫ്താൽമോളജി രംഗത്തേക്കൊക്കെ കടന്നു വരാനായിട്ട് ഒരു ഇതുണ്ടായത്? ഈ രംഗത്തുള്ളൊരു പ്രവർത്തന പരിചയം ഉണ്ടായിരുന്നോ? ഇനീഷ്യൽ തന്നെ ഞാനൊരു ബിസിനസ് ചിന്താഗതിയുള്ള ആളാണ്. ഓക്കെ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ആ സമയത്ത് നമ്മുടെ നാട്ടില് STD ഫോണൊന്നുമില്ല. പെരിന്തൽമണ്ണയിൽ ആ കാലഘട്ടത്തിൽ ഒരു STD ബൂത്ത് തുടങ്ങിയിരുന്നു. ബിസിനസിനെ പറ്റി വളരെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് ആളുകൾക്ക് ട്രീറ്റ്മെന്റിന് പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നല്ല കണ്ണാശുപത്രി തുടങ്ങിക്കൂടാ? ഈ ഒരു ചിന്തയിൽ നിന്നാണ് കണ്ണാശുപത്രി മേഖലയിലേക്ക് നമ്മൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അബേറ്റ് പല ഇതിലേക്ക് ഇപ്പൊ കടന്നല്ലോ, ഇതുണ്ട്, നമുക്ക് കോളേജ് ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ട് ഇതിന്റെ സാധ്യതകൾ കണ്ടിട്ട് വന്നാണോ? അതെ, അതായത് 2005 കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ BSc ഒപ്റ്റോമെട്രി തന്നെ ഡിഗ്രി കോഴ്സ് തുടങ്ങുന്നത് 2005. ഓക്കെ, അപ്പൊ അന്ന് വിനായക മിഷൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ കോഴ്സ് ഇവിടെ തുടങ്ങിയത്. സേലത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. കാരണം കേരളത്തിൽ അന്ന് ക്വാസിലൊന്നും ഈ കോഴ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം കൂടെ ഏകദേശം 3000-4000 കുട്ടികൾ
നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. ഇതുവരെ അവര് ഇന്ന് മിഡിൽ ഈസ്റ്റിലെ എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ, US അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല മേഖലകളിൽ പല സ്ഥലങ്ങളിലും ഐ ഹോസ്പിറ്റലുകളിലുണ്ട്, ഈ IOL മാനുഫാക്ചറിങ് കമ്പനികളിലുണ്ട്, അതുപോലെ തന്നെ സ്വന്തമായ ഐ ഹോസ്പിറ്റൽ തുടങ്ങിയ ആൾക്കാരുണ്ട്, ഒപ്റ്റിക്കൽ ഷോപ്പ് തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഞങ്ങൾ അന്ന് തുടങ്ങാനുള്ള കാരണം ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടാണ്. ആ ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും വേണ്ടത്ര ഒപ്റ്റോമെട്രിസ്റ്റ് ഇപ്പോഴും അവൈലബിൾ അല്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 2 തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, IIM കൊടുക്കുന്ന MBAയും നമ്മുടെ സാധാരണ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന MBAയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. IIM കൊടുക്കുന്നത് ബ്ലൂം ടാക്സോണമി എന്നിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. നമ്മുടെ നാട്ടിലുള്ളത് ഒരു സാധാരണ ടെക്നോളജിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ സാധാരണ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരാൾ നീന്തൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് നീന്തൽ, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ ഘടകങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ പരീക്ഷ ഒരു പേപ്പറിൽ എഴുതി കൊടുത്താൽ നമുക്ക് റാങ്ക് കിട്ടും. ഓക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ നീന്തൽ അവർക്ക് കഴിയില്ല. അപ്പൊ ബ്ലൂം ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 6 മേഖലകളാണുള്ളത്. ഒന്ന് റിമെമ്പറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന തിയറി തന്നെ. രണ്ടാമത് അണ്ടർസ്റ്റാൻഡിങ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീഡിയോ ഇട്ട് നീന്തലിനെ പറ്റി കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കും. മൂന്നാമതൊരു കാരണം അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളത്തിൽ കൊണ്ടേ നീന്തിപ്പിക്കുന്നു. നാലാമത്തെ സാധനം അനലൈസ്. പിന്നെ 5-മത്തെ സാധനം ഇവാലുവേഷൻ എന്നുള്ളതാണ്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ആ സിസ്റ്റത്തിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ 6-മത്തെ ഡിസൈൻ, കുട്ടി സ്വന്തമായൊരു നീന്തലിന്റെ ശൈലി നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ നമുക്കറിയാം ലോകത്തിന്റെ 1/3 ജനസംഖ്യ ഇന്ത്യയിലാണ്. പക്ഷെ ഇന്നേ വരെ ഇന്ത്യയിൽ നിന്ന് ഒരാളും ഒളിമ്പിക്സിൽ നീന്തലിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ആ എഡ്യൂക്കേഷൻ രീതി മാറേണ്ടതാണ്. ഇപ്പോഴും IIM പോലുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നത് മേ ബി 0.1% ആളുകൾക്കാണ്. ഇത് സന്നദ്ധത ആകുന്ന സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ മണി വരുന്ന സാധനം എന്ന് പറയുന്നത് ഹ്യൂമാൻ റിസോഴ്സ് ആണ്. ഈ ഹ്യൂമാൻ റിസോഴ്സിനെ ഏറ്റവും നല്ല രീതിയിൽ മോൾഡ് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടൂ എന്നുള്ളതാണ്. എനിക്കിപ്പോൾ കേരളത്തിൽ മറ്റു സംസ്ഥാനം അനുസരിച്ചിട്ട് വികസനം ഉണ്ട് നമ്മളൊക്കെ എപ്പോഴും പറയും. എന്താണ് അതായത് വികസനം? UK യിലും US ലും ഗൾഫ് രാജ്യങ്ങളിലും ആളുകൾ പോയി അവർ ആ ഫണ്ട് അയക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വികസനമാണ് ഇവിടെ ഉള്ളത്. ഗവൺമെന്റ് പറയാനുള്ളത്, ഈ അബൈറ്റ് പോലുള്ള സ്ഥാപനങ്ങളെ ഇത്തരം കോഴ്സുകൾ നടത്താൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് ചെയ്തു കൊടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും നമ്മുടെ ആ സിസ്റ്റങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് അബൈറ്റ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട് അല്ലേ, പുറത്തേക്ക് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇപ്പോ ഈ വർഷം ഏകദേശം 10-25 കുട്ടികൾ ക്യാമ്പസ് ഇന്റർവ്യൂവായി ക്യാമ്പസ് റിക്രൂട്ട്മെന്റുമായി ജർമ്മനിയിലേക്കാണ് പോണത്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ സിറ്റിയിലും, അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഏത് സിറ്റി പോയാലും എന്നെ സ്വീകരിക്കാൻ അവിടെ നമ്മുടെ അലുമിനീസ് ഉണ്ടാവും. അത് ഏറ്റവും സന്തോഷമുള്ളതാണ്. ഇനി ചിലപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഓടി വന്നിട്ട് സാറിന് എന്നെ മനസ്സിലായില്ല, ഞാൻ ഇന്ന ബാച്ചിൽ അവിടെ ഓട്ടോമാറ്റിക് പഠിച്ചിരുന്ന ആളാണ്. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട്, അതിന് അതിലില്ല. ഓക്കെ. ഇപ്പോ അതേപോലെ തന്നെ നമ്മളെ ഇപ്പോ ലോകത്തിലെ ഏറ്റവും ഒപ്റ്റോമെട്രിയിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സാലസ് യൂണിവേഴ്സിറ്റി. സാലസ് യൂണിവേഴ്സിറ്റി ഒപ്റ്റോമെട്രി കോഴ്സ് നടത്താൻ വേണ്ടി മാത്രം ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അവിടുത്തെ അമേരിക്കയിലെ കുട്ടികളടക്കം നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് എക്സ്റ്റൻഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം 3 അമേരിക്കൻസ് വന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ എക്സ്റ്റൻഷിപ്പിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും യൂണിവേഴ്സിറ്റി റാങ്കുകൾ നമുക്കാണ്. ഇപ്പൊ നമ്മൾ ഒപ്റ്റോമെട്രി കൂടാതെ ഇന്ത്യ ഡിസൈൻ കോളേജ് നടത്തുന്നുണ്ട്. ഇന്ത്യ ഡിസൈൻ കോളേജ് കഴിഞ്ഞ 3 വർഷമായിട്ട് അളഗപ്പ യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് റാങ്ക് നമുക്കാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലും അതേപോലെ തന്നെ COIന്റെ കീഴിലും നമുക്കൊരു ആർക്കിടെക്ചറൽ കോളേജ് ഉണ്ട്. ഈ വർഷത്തെ ആർക്കിടെക്ചറൽ കോഴ്സിലെ ഫസ്റ്റ് റാങ്ക് നമുക്കാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. ഏറ്റവും നല്ല രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളവിടെ ആഗ്രഹിക്കുന്നത് നാളെ ഇവരൊക്കെ നമ്മുടെ ബ്രാൻഡിന്റെ അംബാസഡർമാരാണ്. ഒരു വർഷം എത്ര കുട്ടികളാണ് നമ്മുടെ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നത്? ഏകദേശം ഒപ്റ്റോമെട്രിയിൽ 400ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇന്ത്യ ഡിസൈനിൽ ഏകദേശം 100 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആർക്കിടെക്ചറിൽ 40 കുട്ടികൾ. ശരിക്കും അബൈറ്റിന് എന്തൊക്കെ ഡിവിഷൻസാ ഉള്ളത്? ഹോസ്പിറ്റല് ഇത് പറഞ്ഞു, പിന്നെ ബാക്കി വേറെ എന്തൊക്കെ ഡിവിഷൻസ് ആണ്? അബൈറ്റിന്റെ ഡിവിഷൻസ് എന്ന് പറയുന്നത് 1 ഐ ഹോസ്പിറ്റല്, 2 ഒപ്റ്റോമെട്രി കോളേജ്, ആർക്കിടെക്ചർ കോളേജ്, ഇന്ത്യ ഡിസൈൻ കോളേജ്. ഇപ്പൊ ബഹ്റൈനിനെ സംബന്ധിച്ചോളം നമ്മൾ മൊബൈലിന്റെ ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ട്, മൊബൈൽ ആക്സസറീസിന്റെ ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ട്. അതുകൊണ്ട് ലിസ്റ്റഡ് കമ്പനിയുടെ ഭാഗമായിട്ട് പുതിയ തുടങ്ങിയിട്ടുള്ളതാണ്.
ഇനി നമ്മൾ ഐ ഹോസ്പിറ്റലുകളിൽ ഇന്ത്യക്കകത്തും പുറത്തും, പ്രത്യേകിച്ച് ബഹ്റൈനിൽ പുതിയ കോളേജും അതേപോലെ തന്നെ ആശുപത്രിയൊക്കെ തുടങ്ങാനുള്ള പ്രോസസ്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ബഹ്റൈൻ മാത്രമല്ല, മലേഷ്യ നോക്കുന്നുണ്ട്, UAE നോക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അബേറ്റിന്റെ പുതിയ ബ്രാഞ്ചുകൾ വരാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 2030 എന്നൊരു ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തണം? എത്രത്തോളം ഹോസ്പിറ്റൽസ്, അങ്ങനെ ഒരു ലക്ഷ്യം? 2030 എത്തുമ്പോഴേക്ക് BSEയിലെ ടോപ്പ് 500 കമ്പനീസിലെ ഒരു കമ്പനിയായി അബേറ്റിനെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഞാനും എൻ്റെ ടീമും. BSEയിലെ ടോപ്പ് 500 കമ്പനി ആകുക എന്നുള്ളതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മളുടെ ടേൺ ഓവർ കൂട്ടണം, പ്രോഫിറ്റബിലിറ്റി കൂട്ടണം. ഇത് രണ്ടും ചെയ്യാൻ കണ്ട ഏറ്റവും വലിയ കാര്യം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആശുപത്രി കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ കൊണ്ടുവരണം, നമ്മൾ വിദേശത്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഈയിടെ നമ്മൾ ചെന്നൈ, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നമ്മൾ പുതിയൊരു കണ്ണാശുപത്രി നമ്മൾ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്കെന്ന് വെച്ചാൽ വിദേശത്തു നിന്ന് ധാരാളം പേഷ്യൻറ്റിനെ നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു, അത് എത്ര ശാഖകൾ എന്നുള്ള ഇതിലേക്ക് എത്തിയിട്ടുണ്ടോ? ഏകദേശം ഒരു 40-40 ബ്രാഞ്ചുകളെങ്കിലും തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതിന് നമ്മളെ സംബന്ധിച്ചോളം അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാനുള്ള സംവിധാനങ്ങളായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കോളേജുകളുണ്ട്, അതിനാവശ്യമായ സ്റ്റാഫിനെ നമുക്ക് തന്നെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കുള്ളൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുക. പലിശ ഒഴിവാക്കിയിട്ടുള്ള ശരിയത്ത് മോഡലിലുള്ള ഒരു ബിസിനസ്സാണ് താങ്കൾ ചെയ്യുന്നത്. ഈ ഒരു ബിസിനസ്സിൽ എത്രത്തോളം വെല്ലുവിളിയാണ് ഉണ്ടാക്കുക? കാരണം അത് സാധാരണ കാണുന്ന ഒന്നല്ലല്ലോ. അല്ല, ഇതില് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ലോൺ എടുത്ത് ബിസിനസ് നടത്തിക്കൂടെ, നിങ്ങൾ എന്തിനാണ് ഈ ഇൻവെസ്റ്റേഴ്സിന്റെ പിന്നാലെ പോകുന്ന കാര്യം? അതിൽ 2 കാര്യമാണുള്ളത്. ഒന്ന്, ഞാനൊരു വിശ്വാസിയാണ്. ഓക്കെ, എന്നെ സംബന്ധിച്ചോളം പലിശ എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ഇന്നേ വരെ 1 രൂപ പോലും പലിശക്ക് പൈസ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്കിതിൽ അടിവരട്ട് പറയാനുള്ളൊരു കാര്യം. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഏറ്റവും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അറിയില്ല, ഓരോ വർഷവും മലപ്പുറം ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ മണി ചെയിൻ പോലുള്ള ഒരുപാട് ഫ്രോഡ് ഇൻവെസ്റ്റ്മെന്റ് വരാറുണ്ട്. എൻ്റെ ഒരു അസസ്മെന്റ് പ്രകാരം മിനിമം എല്ലാ ഫിനാൻഷ്യൽ ഇയറും മിനിമം 1,000 കോടി രൂപയെങ്കിലും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഈ ബിസിനസ്സിലേക്ക് പോയി ആൾക്ക് കാശ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സെബിൻ്റെയും അതേപോലെ BSEൻ്റെയും ഒക്കെ കൺട്രോളിലുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ശരിയായ മോഡലിലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും തുറന്നു കൊടുക്കുക എന്നുള്ളതും കൂടി എനിക്കതിൽ ഉദ്ദേശമുണ്ട്. അതിന് നല്ല രീതിയിൽ ജനങ്ങൾ അതിനോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പ്രവാസിയായിരുന്നു താങ്കൾ. അപ്പൊ കേരളത്തിലുള്ള ബിസിനസ് സാഹചര്യം എങ്ങനെയാണ്? എത്രത്തോളം നമ്മളോടത് ഇപ്പൊ പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതാണെന്നാണല്ലോ നമ്മൾ അവകാശപ്പെടുന്നത്. അത് എത്രത്തോളം സാറിന് അത് ഗുണകരമായിട്ട് തോന്നിയിട്ടുണ്ട്? അല്ല, ഞാൻ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് ആണ് എന്നുള്ളതിനോട് ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു ഇന്റർനാഷണലി നമ്മളുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മെന്റാലിറ്റിയും ഒക്കെ ഒരുപാട് മാറണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ എനിക്കുണ്ടായ റീസെൻ്റിലുണ്ടായ 2 എക്സ്പീരിയൻസ് ഞാൻ പറയാം. ബഹ്റൈനിൽ ഞാനൊരു ഐ ഹോസ്പിറ്റലും ഒരു കോളേജൊക്കെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന് അവിടുത്തെ EDB ഉണ്ട് ഡിപ്പാർട്ട്മെന്റ്, എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ്. അപ്പോൾ അവരാണ് അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും അവർ കോർഡിനേറ്റ് ചെയ്യും. അപ്പോൾ അവൻ്റെ ഹെൽത്തിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് NHRA എന്നുള്ളതാണ് അവിടുത്തെ അറിയാം. അപ്പോൾ NHRന്റെ CEOനോട്ട് ഈ EDBക്കാർ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി, കമ്പനിന്റെ അതിന്റെ CEO ആണ്. ഓക്കെ, എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാർപോറേഷനിൽ വന്ന് എന്നെ സ്വീകരിച്ച് അയാൾ കോൺഫറൻസ് ഹാളിൽ കൊണ്ടുപോയി. അയാളെ 2 അസിസ്റ്റന്റ്മാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഈ കമ്മിങ് ടു ഡു ദ ഐ ഹോസ്പിറ്റൽ ആൻഡ് ഒപ്റ്റോമെട്രി കോളേജ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യണം. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാണ്, നിങ്ങൾക്ക് ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യം നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ, നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങൾക്ക് അയക്കുക. പരവതാനം വിരിച്ച് നമ്മളെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞില്ലേ, ആ രീതിയിൽ കൊണ്ടുപോയി തിരിച്ച് അരമണിക്കൂർ അവർ എല്ലാ കാര്യങ്ങളും വിശദമായി ഡിസ്കസ് ചെയ്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും എന്റെ കൂടെ വന്ന് എന്നെ കാറിൽ ആനയിച്ച് ഇരുത്തി എന്നെ യാത്ര ആക്കിയിട്ടാണ് അവർ മുന്നോട്ട് പോയത്. അതേസമയം എനിക്ക് ഇവിടുന്ന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ
പെരിന്തൽമണ്ണയിൽ ആർക്കിടെക്ചർ കോളേജ് നടത്തേണ്ട ഫസ്റ്റ് റാങ്ക് ഈ പ്രാവശ്യം നമുക്കാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ 50% സീറ്റ് ഗവൺമെന്റ് കൊടുക്കണം, 50% സീറ്റ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ നമ്മൾ ആർക്കിടെക്ചർ കോളേജ് അസോസിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ കോളേജ് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ അസോസിയേഷൻ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ പോയി. അപ്പോൾ അവിടുത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ അഡീഷണൽ സെക്രട്ടറിയേറ്റ് ആണെന്നുകൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ തന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കാത്ത് അവിടെ, അപ്പോൾ ഒരുപാട് ഓഫീസർമാർ കളക്ടർമാരും ഒക്കെ അതിന് മുന്നിൽ കുറേ ചെയറൊക്കെ ഇട്ട് കസാലയൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള ആളതുകൊണ്ട് വല്ലാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു കസാല ഒഴിവുണ്ട്, ഞാൻ ആ കസാലയിൽ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം. അപ്പോൾ ഞാൻ ഇരുന്നപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എനിക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത ഭാവത്തിലൊരു നോട്ടം നോക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനതായാലും എൻ്റെ കാല് കുറച്ച് കുഴങ്ങിയത് കൊണ്ട് ഞാനതൊന്ന് മൈൻഡ് ചെയ്യാതെ ഇരുന്നു. പക്ഷെ എനിക്കൊരു കോൾ വന്നപ്പോൾ ഞാൻ അവിടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ കഴിയില്ല. ഞാനൊന്ന് ഒരു വരാന്തയിലേക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയി തിരിച്ചു വന്നപ്പോൾ ആ ചെയറിന്റെ മുകളിൽ ഒരു 5-6 ഫയലും കയറ്റി വെച്ചവർ. നമ്മൾ ഇരുന്നതിനാണ്, ഞാൻ അവിടെ ഇരുന്നിരുന്നാണ്. ഈ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് കേരളം ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും BJP ഭരിച്ചാലും ഈ ഉദ്യോഗസ്ഥന്മാർ മാറുന്നില്ല. ഇവരെ പെർഫോമൻസ് മെഷർ ചെയ്യാനും ഇവരെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരാനും ഏതൊരു ഗവൺമെന്റിന് കഴിയുന്ന എന്നാൽ മാത്രമേ നമ്മളെ കേരളം നന്നാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ വീണ്ടും പറയണത്, കേരളം ഒരു പക്ഷേ ഇന്ത്യയിലെ നമ്പർ 1 ആയിരുന്നു. ഞാൻ ഇന്റർനാഷണൽ ഒരു കമ്പാരിസൺ ആണ് ഞാനിവിടെ പറഞ്ഞത്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞ നേരത്തെ പറഞ്ഞു, എല്ലാ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇങ്ങനത്തെ ഈ പുതിയ ലേറ്റസ്റ്റ് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് താങ്കളെ സഹായിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഞാനൊരു ട്രാവലറാണ്. ഓക്കെ, ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്, ഞാൻ UK പോയിട്ടുണ്ട്, ജർമ്മനി പോയിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിലെ എല്ലാ സിറ്റീസിലും പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഐ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ എവിടെ പോയാലും ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള എല്ലാ ഐ ഹോസ്പിറ്റലിലും പോകുക എന്നുള്ളതാണ്. മിക്കവാറും ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഞാൻ ഇമെയിൽ അയക്കും, ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെയാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നെല്ലാം പോയിട്ട് അവിടെ കാണുന്ന എന്തൊക്കെ ടെക്നോളജികളാണ്, അവരിലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്താണ് എന്ന് വളരെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ടീമിനോടും നമ്മുടെ ഡോക്ടർമാരോടും ഡിസ്കസ് ചെയ്ത് അത് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നമ്മുടെ ആ ആശുപത്രിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എടുക്കുന്ന ഏറ്റവും വലിയൊരു ഇനീഷ്യേറ്റീവ്സ്. എനിക്ക് ഈ ബാബേറ്റ് തുടങ്ങിയതിന് ശേഷം എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവമുണ്ട്. UAE-യിലുള്ള അയാൾ UAE-യിൽ ജോലി ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതാണ്. പക്ഷെ അയാൾ ബേസിക്കലി ഒമാനിയാണ്. അദ്ദേഹത്തിന്റെ റിട്ടനക്ക് ചില തകരാറ് കാരണം ഇന്ത്യയിലും വിദേശത്തുള്ള പല സ്ഥലങ്ങളിലും ആശുപത്രിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പുള്ളിക്ക് അത് അസുഖം മാറിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം നമ്മളെ ആശുപത്രിയിൽ വന്നു. ഡോക്ടർ രാജേഷ് അദ്ദേഹത്തിന് സർജറി ചെയ്ത് അദ്ദേഹത്തിന് ഫുൾ കാഴ്ച തിരിച്ചു കിട്ടി. ഈ വിവരമൊന്നും അതിൽ ഞാൻ മാനേജ്മെന്റ് രീതിയിലാകൊണ്ട് ക്ലിനിക്കിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഫോറിൻ പേഷ്യന്റിന്റെ PR വന്നിട്ട് പറഞ്ഞു, ഒരു പേഷ്യന്റിന് സാറിനെ കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആയിക്കോട്ടെ മുന്നോട്ടെ എന്ന് പറഞ്ഞ്, അപ്പോൾ അജാനുബഹുവായിട്ടുള്ള ഇന്നക്കായും തടിയും വലിപ്പമുള്ള ഒരു വലിയ മനുഷ്യൻ അയാൾ വന്ന് ഇന്നങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരഞ്ഞു. ഞാൻ ആകെ പേടിച്ചു. കാരണം വെച്ചാല് സർജറി ചെയ്ത് വല്ല കോംപ്ലിക്കേഷൻ ആയോ, എന്തിനാണ് ഇയാൾ സന്തോഷം കൊണ്ട് കാര്യമാണ്. കാരണം ഞാൻ അവിടെ പോയി ഇവിടെ പോയി, ഞാൻ മറ്റേ രാജ്യത്ത് പോയി ഈ രാജ്യത്ത് പോയി, എന്റെ കാഴ്ച ഇവിടുന്നാണ് കിട്ടി. അദ്ദേഹം ഒരു ടെസ്റ്റിമോണിയൽ കൊടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റിമോണിയൽ കൊടുക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നെ സംബന്ധിച്ചോളം ആ ഒരു സംഗതി നടന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമാണ് അനുഭവിച്ചു. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റും ഏറ്റവും നല്ല ടെക്നോളജിയും കൊടുക്കുകയാണെങ്കിൽ ലോകത്തുനിന്ന് മുഴുവൻ പേഷ്യന്റിന് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. മഞ്ചേരിയിൽ പുതിയ ഹോസ്പിറ്റൽ വരുവാണ് അല്ലെ? അപ്പൊ അവിടെ ഒരു വ്യത്യസ്തമായ ബിസിനസ് മോഡലാണ് താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു. അതെന്താണ്, അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ അവർ ആദ്യം പലിശ വാങ്ങാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ്. ഓക്കെ, അതേസമയം മാസം ഒരു നിശ്ചിത വരുമാനം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ചെലവ് അതിൽ നിന്ന് നടന്നു പോകുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ BSc ലിസ്റ്റഡ് കമ്പനിയിലൊന്നും മാസ വരുമാനം കൊടുക്കാനുള്ള സംവിധാനമല്ല. അപ്പൊ മാസ വരുമാനം ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് വാടക അല്ലാത്തൊരു മാർഗമില്ല. അപ്പോൾ ഒരു ബിൽഡിങ് വാങ്ങി അത് വാടകയ്ക്കുന്ന് കൃത്യമായ വാടകക്കാരുണ്ടായി വാടക കിട്ടുക എന്നുള്ളത് ചാലഞ്ചിങ് ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മഞ്ചേരിയിൽ ഒന്നിച്ചുകൂടി ഒരു സ്ഥലം വാങ്ങി ആ സ്ഥലത്ത്
ഒരു കണ്ണാശുപത്രി തുടങ്ങുക. ഈ കണ്ണാശുപത്രി അബേറ്റ് വാടകയ്ക്ക് എടുക്കുക. അപ്പോൾ അതിലൂടെ 2 കാര്യം നടക്കും. ഒന്ന്, ഈ ഇൻവെസ്റ്റേഴ്സിന് എല്ലാ മാസവും അബേറ്റ് വാടക കൊടുക്കും. ആ വാടക അവർക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻവെസ്റ്റേഴ്സിനെ പൂൾ ചെയ്യാൻ ഒരു സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് മഞ്ചേരിയിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി തുടങ്ങി അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ലാൻഡ് വാങ്ങി ആ ലാൻഡിലും ബിൽഡിങ്ങിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിലൂടെ മാസം വാടക കിട്ടും എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരിക്കലും നഷ്ടം വരാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ലാൻഡും ബിൽഡിങ്ങും. കാരണം എല്ലാ വർഷവും അപ്രീസിയേഷൻ ആണ്. അപ്പോൾ ഒരു 5-10 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റും എത്രയോ ഇരട്ടിയായിട്ട് മാറും. അപ്പോൾ ഇതൊരു സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ആരോ പൈസ നഷ്ടപ്പെടാതെ അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് മഞ്ചേരിയിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ എത്ര ഇൻവെസ്റ്റേഴ്സ് ഒക്കെയാണ് വരുന്നത്? നമ്മൾ ടോട്ടൽ 25 കോടി രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മിനിമം 10 lakhs ആണ് ഇൻവെസ്റ്റ്മെന്റ്. 10 lakhsന്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ വാങ്ങുന്നത്. അത് എപ്പോഴത്തേക്കാണ് ഹോസ്പിറ്റലിന്റെ പൂർത്തിയാകുന്നത്? അതിന്റെ വർക്കുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. നമ്മളത് സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് കേരളക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞപ്പോൾ അതിന്റെ ഫൈനൽ അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ല സിംഗിൾ വിൻഡോ ക്ലിയറൻസിന്റെ. അത് തുടങ്ങാനൊരു കാലയളവ് നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. അല്ല, അത് അപ്രൂവൽ കിട്ടിയ ഉടനെ തന്നെ അതിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനി അല്ലെങ്കിൽ സമാനമായിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നവർ അവർക്ക് താങ്കളുടെ അനുഭവത്തെ എന്താണ് അവരോട് പറയാനുള്ളത്? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകേണ്ടത്? എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ നമ്മുടെ ആദ്യം ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരിക, നമ്മൾ ഏറ്റവും ട്രാൻസ്പാരൻ്റ് ആയിട്ട് തന്നെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ നോക്കുക. ഇപ്പോൾ ഓരോ സമയത്തും ഇൻവെസ്റ്റേഴ്സിന് എന്ത് ബെനിഫിറ്റാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കുക. ഇപ്പോൾ അതേപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക. ഏതൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോഴും നിങ്ങളവിടെ അതിൽ ക്രൂക്കഡ്നെസ് കാണിക്കണ്ട. നിങ്ങളത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിൽ ഓരോ ഇൻവെസ്റ്ററും നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ കാണുക. എന്നിട്ട് അവർക്കൊരു ബെനിഫിറ്റ് കിട്ടുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ തുനിഞ്ഞ് മെനക്കെട്ടിറങ്ങൂ. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും. അതാണ് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഇപ്പൊ ഈ ഹോസ്പിറ്റൽ രംഗത്തെ ഇനി വരാൻ പോകുന്നൊരു മാറ്റം താങ്കളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരാവുന്ന മൊത്തത്തില് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വല്ലാത്ത മാറ്റം എല്ലാ ആൾക്കാർക്കും അറിയാം. ഇപ്പൊ നമുക്ക് ChatGPT പോലുള്ള ആപ്പുകൾ വന്നപ്പോൾ എന്ത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ് ട്രീറ്റ്മെന്റ് വരിക. പക്ഷെ ഇനി ഇത് എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കണ്ടറിയേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ, പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ആൾക്കാരെ ജോലി പോയി പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാൽ അത് ആളുകളുടെ ജോലിനെ ബാധിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ഇതില് ഉന്നയിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിലൊരു മാറ്റം ഉണ്ടാവില്ല. കാരണം ഒന്നാമത് ജനസംഖ്യ കുറഞ്ഞു വരികയാണ്, എക്സ്പേർട്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവരുടെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സംഗതികൾ നമ്മൾ ഉപയോഗിക്കണം. അതിന് നമ്മളെ സ്റ്റാഫിനെയും വരുന്ന തലമുറയെയും എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ മാനേജ്മെന്റും അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. ഇനി ഗ്രൂപ്പിന് പുതിയ പദ്ധതികൾ വല്ലതും ഉണ്ടോ അബേറ്റിന്? ഇപ്പൊ പറഞ്ഞ എക്സ്പാൻഷൻ പ്ലാൻസ് അല്ലാണ്ട് പുതിയ മേഖലകളിലേക്ക് കടക്കാൻ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഈ മേഖലയിൽ തന്നെ ധാരാളം ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്നോട് പലപ്പോഴും പല ആൾക്കാരും നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് തുടങ്ങിക്കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് തുടങ്ങിക്കൂടെ, മറ്റൊരു സ്ഥാപനം തുടങ്ങി. ഞങ്ങൾക്ക് ഇതിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് അഡ്വാൻസ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി മറ്റൊരു മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ ഐ കെയർ രംഗത്തേക്ക് പുതുതായിട്ട് ആൾക്കാർക്ക് കടന്നു വരാനുള്ളൊരു സ്പേസ് എവിടെ ഉണ്ടോ? അതിന്റെ ഒരു ബിസിനസ് സാധ്യതകൾ എന്താണ്? എല്ലാ മേഖലയിലും എല്ലാവർക്കും സ്പേസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെയാണോ ആ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യണത് അതുപോലെ ഇരിക്കും അതിൻ്റെ സർവൈവൽ. ഞാൻ പറയുന്ന കാര്യം, അപ് ടു ഡേറ്റ് നോളജ് ഇല്ലാതെ, ബിസിനസ് നോളജ് ഇല്ലാതെ, മോഡേണൈസ് ചെയ്യാതെ ഒരു ബിസിനസ് നിലനിൽക്കാൻ പോകണില്ല. ഏത് ബിസിനസ് ആണെങ്കിലും ഈ കാര്യങ്ങൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താതെ മുന്നോട്ട് പോയാൽ ഒരിക്കലും അത് സർവൈവ് ചെയ്യില്ല. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് താങ്കളുടെ ഈ ഒരു സംരംഭക ജീവിതത്തിൽ? ഫാമിലി വളരെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആണ് ഈ പ്രൊജക്റ്റിൽ. പിന്നെ ഇവരൊക്കെ പഠിച്ചത് അബേറ്റ് എന്ന സ്ഥാപനത്തിലുമാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ മകന് അബേറ്റിൽ തന്നെ BSc ഒപ്റ്റോമെട്രി കഴിഞ്ഞു, MSc ഒപ്റ്റോമെട്രി കഴിഞ്ഞു, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി കഴിഞ്ഞു. ഇപ്പോൾ അബേറ്റ് ഗ്രൂപ്പിന്റെ ടോട്ടൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് മകനാണ്. മകള് ACCA കഴിഞ്ഞു.
അവർ ആണ് പലപ്പോഴും നമ്മൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഫയലുകളും കാര്യങ്ങളൊക്കെ ഓവറാൾ സൂപ്പർവിഷൻ ചെയ്യുന്നുണ്ട്. CFO നമുക്ക് ജോർജ് സാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. എന്നാലും അവരും ഈ മേഖലയിൽ ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ എൻ്റെ മരുമോള്, മകൻ്റെ ഭാര്യ, അവരാണ് ചീഫ് ടെക്നിക്കൽ ഓഫീസറായിട്ട് ഉള്ളത്. അവര് BTech-ഉം MTech IT കഴിഞ്ഞ ആളാണ്. അപ്പോൾ അവരും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നതും ചിലപ്പോൾ ബിസിനസ് ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ വളരെ നന്ദി ധനത്തിനൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. അപ്പൊ താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ BSE ടോപ്പ് 500 കമ്പനികളിലൊന്നായിട്ട് അബേറ്റ് മാറട്ടെ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.